ഹലോ, തോന്നുന്നു ഓരോരുത്തർ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണെന്ന് തോന്നുന്നു. ഒന്ന് ഹോൾഡ് ചെയ്യാം. ഹലോ. ഓക്കെ, ഹോസ്റ്റിംഗിനകത്ത് ഈ കാണുന്ന ക്ലൗഡ് ഹോസ്റ്റിംഗ് എന്നുള്ളത് അവരൊരു പ്രോഡക്റ്റ് ആണ്, അല്ലാതെ കറക്റ്റ് ആയിട്ടുള്ള ക്ലൗഡ് ഹോസ്റ്റിംഗ് അല്ല. അത് ഹോസ്റ്റിംഗർ അവർക്കൊരു ബ്രാൻഡ് നെയിം ഇട്ടിട്ട് അവർ കൊടുക്കുന്ന സംഭവമാണ് ക്ലൗഡ് ഹോസ്റ്റിംഗ്. ക്ലൗഡ് ആർക്കിടെക്ചർ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലേക്ക് വരുവാണെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ ഈ ഒരു രീതിയിലുള്ളത് മാത്രമാണ്. ശരിക്കും നമുക്ക് ഓരോ പ്രോഡക്ട്സ് ആയിട്ട് ഓരോ ബക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് മാത്രമാണ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനകത്ത് വരുന്നത്. ക്ലൗഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞ് ഇവർക്ക് പ്രോഡക്റ്റ് ആയിട്ട് പറഞ്ഞേക്കാം, മൾട്ടിപ്പിൾ ലൊക്കേഷൻസ് ഇവർക്ക് ഉണ്ട്. അതിനകത്തുനിന്ന് ഒറ്റ സെന്ററിലേക്ക് അവർ കൊണ്ടുവന്ന് അവർക്കൊരു ക്ലൗഡ് ഹോസ്റ്റിംഗ് കോൺസെപ്റ്റിൽ അവർക്ക് തരാൻ പറ്റുന്ന അതൊരു അവരായിട്ട് കൊടുത്തേക്കുന്ന ഒരു ടേം ആണത്. ആക്ച്വലി അത് നമ്മുടെ VPS പോലുള്ള സർവീസ് തന്നെയാണ്. ഈ AWS ഒരു ഫ്രീ ടയർ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടല്ലോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞില്ല, ഹവർലി റേറ്റിലാണ് നമുക്ക് അവർ ബില്ലിംഗ് കൊണ്ടുവരുന്നത്. ഓക്കെ, ഹവർലിയിലായിരിക്കും ബില്ലിംഗ് വരുന്നത് തന്നെ. അവരൊരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് അവേഴ്സ് നമുക്ക് എല്ലാ സർവീസസിലും ഫ്രീ തരുന്നുണ്ട്. അതിനെ കറക്റ്റ് ആയിട്ട് നമുക്ക് നോക്കിക്കൊണ്ട് പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഫ്രീ ആയിട്ട് തന്നെ അത് റൺ ചെയ്ത് പോകുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. എനിക്കിപ്പോൾ ബാക്കി ആരും ജോയിൻ ചെയ്യില്ലെന്ന് തോന്നുന്നു. മനു ആ ലിങ്ക് ഇട്ട് കൊടുക്കാത്തോണ്ടാണെന്ന് തോന്നുന്നു. മനു സെയിം ലിങ്ക് എല്ലാ പ്രാവശ്യം മനു റിപ്പീറ്റ് ലിങ്ക് ഇടുന്നോണ്ട് ആളുകൾ വെയിറ്റ് ചെയ്യുന്നു. കൺഫ്യൂഷൻ അല്ല, ഞാൻ ഗ്രൂപ്പിൽ എഴുതിയിട്ടുണ്ട്. ഈ ഇ-കൊമേഴ്സ് സൈറ്റ് ഒക്കെ ക്ലൗഡ് ഹോസ്റ്റിംഗ് പോകുന്നതാണോ കുറച്ചുകൂടെ ബെറ്റർ? VPS മതി ഇപ്പൊ തൽക്കാലം. സ്റ്റാർട്ടിംഗ് സ്റ്റേജസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി VPSന്റെ ആവശ്യം വരുന്നുള്ളൂ ഈ കൊമേഴ്സ് സൈറ്റുകൾക്കെല്ലാം. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞ നേരത്തെ കണ്ടു. അതായത് ഡൊമൈൻ നെയിമിന്റെ അവിടെ ഇതുകൊണ്ട് ഇതിന്റെ അകത്തു നിന്നുള്ള കിട്ടുന്ന പോയിന്റ് ചെയ്യണം അല്ലേ? നെയിം സെർവർ പോയിന്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. അത്രയും പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വെബ്സൈറ്റ് പുതിയ ഹോസ്റ്റുമായിട്ട് കണക്ട് ആവും. അപ്പൊ മുതൽ നമ്മൾ ഓൾറെഡി ഗോഡാഡിയിൽ എടുത്തിട്ടുണ്ട്, നമുക്ക് അത് വേണ്ട. അടുത്ത ഈ പറഞ്ഞ പോലെ VPSലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എടുത്ത് മാറ്റിയാൽ മതി അല്ലേ? അത് മാറ്റിയാൽ മതി. VPSന്റെ കണക്ഷൻ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഗോഡാഡി തന്നെ സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ അവർ തന്നെ നമുക്ക് ഈ ഷെയർഡ് ഹോസ്റ്റിംഗ് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഇട്ട് തരും. ഫയൽസ് അവർ തന്നെ മാറ്റി തരും. മറ്റേത് നമ്മൾ ഫയൽസ് മാറ്റേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഫയൽസ് എന്ന് പറയുമ്പോൾ അത് ബാക്കപ്പ് എടുത്തിട്ട് നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്യണം. അതെ, ബാക്കപ്പ് എടുത്തിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. കുറച്ച് നേരത്തെ നമ്മൾ മറ്റേ ഹോസ്റ്റിംഗറിന്റെ ഡൗട്ട് ചോദിച്ച പുള്ളി ഉണ്ടായിരുന്നു. അതിന്റെ അകത്ത് മീൻസ് ഓൾറെഡി ജോയിൻ ചെയ്തില്ല, പക്ഷെ സെയിം ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് ഗ്രൂപ്പിൽ. ജോയിൻ ചെയ്തു ഇപ്പോഴും. ഓക്കെ, സോ ഹോസ്റ്റിംഗ്, ക്ലൗഡ് ഹോസ്റ്റിംഗ് അവരൊരു പാക്കേജ്, അതായത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് അവർ അതിൻ്റെ അകത്ത് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാലും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു പ്രോഡക്റ്റ് ആയിട്ട് മാത്രമേ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ കംപ്ലീറ്റ് ബെനിഫിറ്റ്സ് അതിൻ്റെ അകത്ത് അവർ കൊണ്ടുവന്നിട്ടില്ല. അവർ ഈ ക്ലൗഡ് ഹോസ്റ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ലൊക്കേഷനിൽ നിന്നും അവർ ഒറ്റ സെൻട്രൽ ലൊക്കേഷനിലേക്ക് ഡാറ്റ കൊണ്ടുവന്ന് നമുക്ക് തരുന്നു എന്നുള്ളത് മാത്രമല്ല. ഇത് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ ഒരു കോൺസെപ്റ്റ് അല്ല, അവർ ഈ പറഞ്ഞൊരു പ്രോഡക്റ്റ് ആയിട്ട് അവതരിപ്പിച്ചപ്പോൾ അവരൊരു പേരിട്ടെന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത്. ബേസിക്കലി ഈ പറഞ്ഞ പോലെയാണ് നമുക്ക് ഈ ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് ഹോസ്റ്റിംഗ്, ഷെയർഡ് ഹോസ്റ്റിംഗ്, VPS, ഡെഡിക്കേറ്റഡ്, ഈ 3 രീതിയിലേ വരുന്നുള്ളൂ. അതിനെ സബിലേക്ക് സോഫ്റ്റ്വെയർ ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യുന്നതാണ് ക്ലൗഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞ രീതിയിലേക്ക് വരുന്നത്. ക്ലൗഡ് ഹോസ്റ്റിംഗ് വരുന്ന സമയത്താണ് ഈ ക്ലൗഡ് ഹോസ്റ്റിംഗിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ വേർഡ്പ്രസിനെ സ്പെസിഫൈ ചെയ്തിട്ട് വേണമെങ്കിലും സോഫ്റ്റ്വെയർ ബേസ് സെറ്റ് ചെയ്യാം. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഹോസ്റ്റിംഗ് പാക്കേജുകളെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വേർഡ്പ്രസ് ഹോസ്റ്റിംഗ് ഒക്കെ പറഞ്ഞ് നമ്മൾ ഇതിനകത്ത് കാണും. നമ്മുടെ ഗോഡാഡിയൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് വേർഡ്പ്രസ് ഹോസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ ഒരു സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്
ഈ ഒരു സംഭവമാണ്. ഈ ക്ലൗഡ് ഹോസ്റ്റിങ്ങിനെ ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത്, അതായത് സോഫ്റ്റ്വെയർ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഒരു VPSനെ വേർഡ്പ്രസിന് വേണ്ടി മാത്രമായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് നമുക്കൊരു പാക്കേജ് എടുത്ത് തരുന്നതാണ് ഈ പറഞ്ഞ വേർഡ്പ്രസ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞത്. ബാക്കിയുള്ളതൊക്കെ ആയിട്ട് നമുക്ക് വെബ്സൈറ്റിനകത്ത് കാണാൻ പറ്റുന്ന വേറെ പ്രോഡക്ട്സ്. ഇതെല്ലാം അവർ തന്നെ നെയിം ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ്. ശരിക്കും VPSന്റെ ബെനിഫിറ്റ്സ് കിട്ടുമെന്ന് മാത്രം. ഷെയർഡ് ഹോസ്റ്റിംഗ് തന്നെയാണ്, പക്ഷേ ഷെയർഡ് ഹോസ്റ്റിംഗിനായി യൂസ് ചെയ്യുന്ന സെർവർ, മറ്റേ ഷെയർഡ് ഹോസ്റ്റിംഗ് കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞു, അതിനകത്ത് എന്ത് സൈറ്റ് വേണമെങ്കിലും വരും. നിങ്ങൾ ഒരു ഷെയർഡ് ഹോസ്റ്റിംഗിൽ ഒരു 1000 വെബ്സൈറ്റ്സ് ഉണ്ടെങ്കിൽ ആ 1000 വെബ്സൈറ്റ്സിൽ പകുതി PHP ആവാം, പകുതി ഈ പറഞ്ഞ പോലെ എന്താ നമ്മുടെ HTML ആവാം, ചിലത് Laravel ആവാം, വേർഡ്പ്രസ് ആവാം, ASP.NET ആവാം, എന്ത് വേണേലും ആവാം. പക്ഷെ വേർഡ്പ്രസ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞവർ കൊണ്ടുവരുന്ന സമയത്ത് അതിനകത്ത് ആ ഷെയർഡി വരുന്ന എല്ലാ ഹോസ്റ്റിങ്ങുകളും വേർഡ്പ്രസിന്റെ മാത്രം ഫയലുകളായിരിക്കും. അതുകൊണ്ട് തന്നെ വേർഡ്പ്രസ് വെബ്സൈറ്റ് വർക്ക് ചെയ്യാനുള്ള എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടത് അത് പ്രോപ്പർ ആയിട്ട് ആ സെർവറിന്റെ അകത്ത് ഉണ്ടാവും. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ശരിക്കും ഒരു ടെർമിനോളജിയാണ്. ലൈക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇന്നതാണെന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റില്ല. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഒരു ടെർമിനോളജിയാണ്. നമുക്ക് വേണ്ട രീതിയിലേക്ക് വേണ്ട ലൊക്കേഷൻസിനനുസരിച്ച് ട്യൂൺ ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട സംഭവം സോഫ്റ്റ്വെയർസിന്റെ സഹായത്തോടുകൂടി ബിൽഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് ഹോസ്റ്റിംഗും ഏകദേശം ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗിന്റെ ഒരു ഓവർവ്യൂ നമുക്ക് കിട്ടിയല്ലോ. കാരണം ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കേണ്ടി വരിക ഒരു ഡെവലപ്മെന്റ് ആസ്പെക്റ്റിൽ. നമ്മൾ കംപ്ലീറ്റ് ഡെവലപ്മെന്റിലെ റേഞ്ചിലേക്ക് മാറുന്ന സമയത്ത് മാത്രമേ, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്നുള്ള കോൺസെപ്റ്റ് അല്ലെങ്കിൽ ERP എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ക്ലൗഡ് കമ്പ്യൂട്ടിംഗിലേക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇറങ്ങിപ്പോകേണ്ടതായിട്ട് വരുന്നുള്ളൂ. അല്ലെങ്കിൽ നോർമലി പറഞ്ഞ പോലെ നമ്മുടെ ഒരു ബിസിനസിന് വേണ്ടിയുള്ള വെബ്സൈറ്റ്, അല്ലെങ്കിൽ നമുക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്ലയന്റിന് വേണ്ടി ജസ്റ്റ് ഒരു ഇൻഫോർമേഷണൽ ലെവൽ വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്ന സമയത്ത് മാക്സിമം നമുക്ക് യൂസ് ചെയ്ത് മാക്സിമം നമുക്ക് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് വരെ എടുക്കാം. പക്ഷെ അതിന്റെ ആവശ്യമില്ല. ഒരു ഫെയർ പ്രാക്ടീസിൽ ശരിക്കും പറഞ്ഞാൽ ഒരു VPS വരെ നമുക്ക് മതിയാവും. ലോ ബഡ്ജറ്റ് ക്ലയൻസ് ഒക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ലോ ബഡ്ജറ്റ് നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് കൊണ്ടുപോകണം എന്നുള്ള കേസ് വരുന്ന സമയത്ത് നമുക്ക് ഷെയർഡ് ഹോസ്റ്റിംഗും പ്രിഫർ ചെയ്യാം. ഹോസ്റ്റിംഗിന്റെ ഏകദേശം ഒരു ധാരണ കിട്ടിയോ? ഇനി വെബ് പേജ് എങ്ങനെയാണ് ഹോസ്റ്റിംഗിലേക്ക് ലിങ്ക് ചെയ്യുന്നത്? നമ്മളിപ്പോ ഏത് ഹോസ്റ്റിംഗ് എടുത്താലും ഇപ്പൊ ഇതിൽ ഏത് പാക്കേജ് എടുത്താലും നമുക്ക് വേർഡ്പ്രസ് നമുക്ക് അതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ? സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതിന്റെ അകത്ത് വേർഡ്പ്രസ് ഇൻസ്റ്റാളേഷനും ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അതിന് മുമ്പ് ഞാൻ ആ വേർഡ്പ്രസ് ക്ലാസ്സിന് മുമ്പ് തന്നെ ഒരു കാര്യം ചെയ്യാം. നമുക്ക് വേർഡ്പ്രസിന്റെ ഒരു ഓവർവ്യൂ ഞാൻ തരാം. ഇപ്പൊ ഈ ഹോസ്റ്റിംഗിന്റെ കേസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കാരണം നമുക്ക് ഡെവലപ്മെന്റിലേക്ക് അല്ലെങ്കിൽ ഡിസൈൻ, അതായത് മൂന്നാമത്തെ പാർട്ടിലേക്ക് നമ്മളിപ്പോ കയറിയിട്ടില്ല. ഫസ്റ്റ് വൺ ഡൊമൈൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്. ഡൊമൈൻസ് എന്താണ്, എന്തൊക്കെയാണെന്നുള്ളൊരു ബേസിക് ഒരു ഐഡിയോളജി, അല്ലെങ്കിൽ വെബ്സൈറ്റ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളൊരു ബേസിക് ഐഡിയോളജി ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. രണ്ടാമത് നമ്മൾ ഹോസ്റ്റിംഗ്, അതായത് നമ്മുടെ ഫയൽസ് എല്ലാം സേവ് ചെയ്ത് വെക്കുന്ന ഒരു ഏരിയ. ഹലോ. ഇപ്പം നമ്മളൊരു നോർമൽ ഒരു ഡൊമൈൻ ഗോഡാഡിന്ന് പർച്ചേസ് ചെയ്തു, ഒരു ഹോസ്റ്റിംഗ് നമ്മൾ എടുത്തു. ഓക്കെ, അപ്പം ഈ ഹോസ്റ്റിംഗ് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ അത് നമ്മുടെ ബേസ്ഡ് ഓൺ നമ്മുടെ ബിസിനസിന്റെ ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഹോസ്റ്റിംഗ് എടുക്കുക. ഡിപെൻഡിങ് ഓൺ ദി റിക്വയർമെന്റ് ആണ് നമുക്ക് ഹോസ്റ്റിംഗ് പ്രിഫർ ചെയ്യുന്നത്. അപ്പം അതിപ്പോ ഒരു നോർമൽ ഒരു സൈറ്റ് ഒക്കെ ആണെങ്കിൽ ഏതായിരിക്കും പ്രിഫറൻസ് നമ്മൾ കൊടുക്കേണ്ടത്? ഡെഡിക്കേറ്റഡ് ആണോ, ഷെയർഡ് ആണോ, VPS ആണോ? എന്റെ അഭിപ്രായത്തിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നമ്മളിപ്പോ മാർക്കറ്റിംഗിലേക്ക് ഫസ്റ്റ് തന്നെ വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ഒരു ഗ്രാജുവൽ സ്റ്റേജിലാണ് നമ്മൾ ഗ്രോത്ത് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ഷെയർഡ് ഹോസ്റ്റിംഗ് എടുത്താൽ മതി. കാരണം തുടക്കത്തിൽ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ പണിയാനായിരിക്കും ഉണ്ടാവുക. കാരണം സൈറ്റ് ബിൽഡ് ചെയ്തെടുക്കണം, കുറെ കാര്യങ്ങൾ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം, അങ്ങനെ കുറെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പൊ തുടക്കത്തിൽ നമ്മൾ എപ്പോഴും ഇത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ ഷെയർഡ് ഹോസ്റ്റിംഗ് മതി സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട്. വൺസ് ആ വെബ്സൈറ്റ് ഒന്ന് എസ്റ്റാബ്ലിഷ് ആയി വിസിറ്റേഴ്സ് വന്നു തുടങ്ങിയെന്ന് നമുക്ക് മനസ്സിലാവുന്ന സമയത്തേക്ക് നമുക്കത് മെല്ലെ VPSലേക്ക് സ്വിച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ആ സെയിം ഇപ്പൊ നമ്മൾ ഷെയർഡിന്ന് നമ്മളൊരു റേറ്റ് കൊടുത്തെടുത്തിട്ട് നമുക്ക് ഏതിലേക്ക് വേണേലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്വിച്ച് ചെയ്യാം. ആക്ച്വലി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഹോസ്റ്റിംഗ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യുന്നത്, നമ്മുടെ ഫയൽസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റത്തിന്റെ സ്പേസ് നമുക്ക് തരുന്നു, അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. ഡെവലപ്മെന്റ് ആണ് ടേഴ്സറി വരുന്നത്. ഡെവലപ്മെന്റിലാണ് നമ്മൾ ചെയ്ത വെബ്സൈറ്റും അതിന്റെ ഫയലുകളും ബാക്കി കാര്യങ്ങളും എല്ലാം ഈ ഡെവലപ്മെന്റിലാണ് ഇൻക്ലൂഡ് ചെയ്ത് വരുന്നത്. ഈ
ഇൻക്ലൂഡ് ചെയ്ത് വന്നേക്കുന്ന കാര്യത്തിനെ നമ്മളൊരു ഭാഗത്ത് സേവ് ചെയ്ത് വെക്കുന്നു, നമ്മുടെ സർവീസസ് കിട്ടാനും കൊടുക്കാനും വേണ്ടിയിട്ട്. അതാണ് ഈ ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു വരുന്നത്. ഓക്കെ, നേരത്തെ ചോദിച്ച ഡൗട്ട് വേറൊന്നുമല്ല. ഇപ്പൊ നമ്മളിപ്പോ പല കമ്പനികൾ വേർഡ് പ്രസ് ഹോസ്റ്റിംഗ് കൊണ്ട് സെപ്പറേറ്റ് ഇങ്ങനെ ഒരു പാക്കേജ് ആയിട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇപ്പൊ ഷെയർഡ് ഹോസ്റ്റിംഗ് എടുത്താലും നമുക്ക് വേർഡ് പ്രസ് അതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും വേർഡ് പ്രസ് നമുക്ക് ഏതിൽ വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാം. വേർഡ് പ്രസിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സോഫ്റ്റ്വെയർ റിക്വയർമെന്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. PHP വേണമെങ്കിൽ അത് മാത്രമായിട്ട് അപ്പൊ ആ രീതിയിലേക്ക് വേർഡ് പ്രസിന്റേതായ കുറച്ച് സോഫ്റ്റ്വെയർ റിക്വയർമെന്റ്സ് ഉണ്ട്. അതായത് PHP ഉണ്ടായിരിക്കണം, കാരണം വേർഡ് പ്രസ് ഒരു PHP ബേസ്ഡ് പ്രോജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ PHP വേണം. MariaDB അല്ലെങ്കിൽ PHP MyAdmin അതിന് ആവശ്യമുണ്ട്. അപ്പൊ അതിലെന്തുവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേർഡ് പ്രസിന്റെ ഒരു PHP SQL MySQL ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ചെയ്യാറ്. അതല്ല ഡാറ്റാബേസ് ഏതായാലും ഇപ്പൊ വേർഡ് പ്രസ് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മേജർലി പക്ഷെ നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്ത് വരുന്നത് MySQL എന്ന് പറഞ്ഞ SQL ഡാറ്റാബേസ് തന്നെയാണ് യൂസ് ചെയ്ത് വരുന്നത്. ഇത് രണ്ടുമുള്ള ഏത് ഹോസ്റ്റിംഗ് വേണമെങ്കിലും നമുക്ക് ഹോസ്റ്റ് ചെയ്യാം വേർഡ് പ്രസിനെ. അപ്പൊ MySQL-ഉം PHP സപ്പോർട്ടുള്ള ഏത് ഹോസ്റ്റിംഗിനും ഹോസ്റ്റ് ചെയ്യാമല്ലേ? അതെ. പിന്നെ SSL സപ്പോർട്ട് പറയുന്നുണ്ട്, പക്ഷെ SSL ഇല്ലെങ്കിലും നമുക്ക് വേർഡ് പ്രസ് ഹോസ്റ്റ് ചെയ്ത് പോവാം. മാൻഡേറ്ററി റിക്വയർമെന്റ് ആയിട്ട് ഇപ്പൊ വന്നിട്ടില്ല. wordpress.org എന്ന് പറഞ്ഞ ഇത് മൂന്നുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ് പ്രസിന്റെ റിക്വയർമെന്റ് ആയിട്ട് വരുന്നത്. ഈ മൂന്നുമുള്ള ഏത് വെബ്സൈറ്റ് വേണം, ഏതൊരു ഹോസ്റ്റിംഗ് വേണമെങ്കിലും നമുക്ക് ഈ പറഞ്ഞ വേർഡ് പ്രസ് ഹോസ്റ്റ് ചെയ്യാം. വേർഡ് പ്രസ് ഹോസ്റ്റിംഗ് തന്നെ എടുക്കണമെന്ന് നിർബന്ധമില്ല. മനസ്സിലായി. ഈ സോഫ്റ്റ്വെയർസ് എല്ലാം നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടെങ്കിൽ മാത്രമേ വേർഡ് പ്രസ് റൺ ചെയ്യല്ലേ ഇൻഡിപെൻഡന്റ് ആയിട്ട്? ഈ പറഞ്ഞ സോഫ്റ്റ്വെയർസ്, അതായത് PHP, MySQL, HTTPS തുടങ്ങിയ 3 കാര്യങ്ങളും നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിനെ തന്നെ നമുക്കൊരു ലോക്കൽ ഹോസ്റ്റ് ആയിട്ട് റൺ ചെയ്യും. ശരിക്കും PHP ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സിസ്റ്റം ഏകദേശം ഒരു ലോക്കൽ ഹോസ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്ന വിൻഡോസ് ബേസ് ചെയ്ത് 2-3 സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഞാൻ ശരിക്കും ഇന്ന് അതുകൂടെ കവർ ചെയ്യാൻ പറ്റുമെന്നാണ് കരുതിയത്. സോ നമുക്ക് നെക്സ്റ്റ് ടൈമിലേക്ക് അത് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം. ലാംബ് എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, സാംബ് എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ലാംബ് നോക്കണ്ട, സാംബ് നോക്കിയാൽ മതി. കാരണം ലാംബ് ശരിക്കും പറഞ്ഞാൽ ലിനക്സ് ബേസ് സിസ്റ്റത്തിന് വേണ്ടി വരുന്നതാണ്. സാംബ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിൻഡോസ് PC, നമ്മുടെ വിൻഡോസ് കമ്പ്യൂട്ടറിനെ എല്ലാ പ്ലാറ്റ്ഫോമിലേക്കും ഉണ്ട്, ഞാൻ ജസ്റ്റ് വിൻഡോസ് എന്ന് പറഞ്ഞേ ഉള്ളൂ. ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ലോക്കൽ കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, അതിനെ നമുക്കൊരു സെർവർ ആക്കി മാറ്റാൻ പറ്റും. എല്ലാം കൂടെ കമ്പൈൻഡ് ആയി വരണല്ലേ? അതെ, ഇതിനകത്ത് അപ്പാച്ചെ, അതാണ് PHP മെയിൻ ആയിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പാച്ചെ സെർവേഴ്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെർവറായി കൺവേർട്ട് ചെയ്യുന്നത്. MariaDB, PHP, Perl ലാംഗ്വേജ് നമുക്ക് ആവശ്യമില്ല. ശരിക്കും MariaDB, PHP ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ വേർഡ് പ്രസിനെ റൺ ചെയ്യാൻ പറ്റും. വേറെ ഹോസ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇപ്പൊ നമ്മൾ എടുത്ത സെക്ഷൻസിൽ, അതായത് ഷെയർഡ് ഹോസ്റ്റിംഗ്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്, VPS ഹോസ്റ്റിംഗ്, പിന്നെ അതുപോലെ തന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗിന്റെ ഒരു ചെറിയൊരു ആർക്കിടെക്ചർ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നമ്മളെ ഈ ഡൊമൈൻ്റെ HTTPS, ഓക്കെ, അത് നമ്മൾ ഡൊമൈൻ വാങ്ങിക്കുമ്പോൾ നമുക്ക് രണ്ടും ഒരുമിച്ചാണോ കിട്ടുക? അതെ, നമ്മൾ ഏതാണ് നമുക്ക് അത്? ഈ HTTPS എന്ന് പറയുന്നത് രണ്ടും ഹോസ്റ്റിംഗ് സൈഡിൽ തന്നെ വരുന്ന ഒരു മൊഡ്യൂളാണ്. ലൈക്ക് SSL എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ HTTP എന്നുള്ളതിനും HTTPS എന്നുള്ളതിനും കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കുന്നത്. നമ്മളിപ്പോ ഒരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഈ ഒരു വെബ്സൈറ്റ് വരുന്ന സമയത്ത് ഇത് HTTPS ആണ്. അതേസമയം വെബ്സൈറ്റ് ഇപ്പൊ നമുക്ക് പുതിയൊരു അപ്ഡേറ്റ് പ്രകാരം ഗൂഗിളിൽ കാണിക്കുന്നുണ്ട് HTTP ഇല്ലാത്ത സൈറ്റുകളെല്ലാം ഇവിടെ നോട്ട് സെക്യൂർ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. അതിപ്പോ നമ്മള് ഗൂഗിൾ ആഡ് സർവീസ് ചെയ്യുമ്പോഴും ചിലപ്പോ ചില ഇതൊന്നും എടുക്കുന്നില്ല, ഈ HTTPS ഇല്ലാത്തത് കൊണ്ട്. ഓക്കെ, ഇതിന്റെ അകത്ത് HTTPS, ഇപ്പൊ ഇത് HTTPS ഇല്ലാത്ത സൈറ്റാണ്.
ഈ സൈറ്റിൽ നടക്കുന്നതും HTTP സൈറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ HTTPS അല്ലാത്ത വെബ്സൈറ്റുകൾ ഉണ്ടല്ലോ, ഈ വെബ്സൈറ്റിൽ സാധാരണഗതി ISPക്ക് ഇതിനകത്ത് കാണാം എന്താണ് ഈ ട്രാൻസ്ഫർ ആവുന്ന ഡാറ്റ എന്നുള്ളത് കാണാൻ പറ്റും. ലൈക്ക് ഇപ്പോൾ JR കൺസ്ട്രക്ഷൻ കമ്പനി എന്നുള്ളത് സെർവറിൽ നിന്ന് ഇവിടെ വരെ എത്തുന്ന സമയത്ത് JR കൺസ്ട്രക്ഷൻ കമ്പനി എന്ന് തന്നെയായിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറും അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ആയി നിൽക്കുന്ന എല്ലാ ഹോസ്റ്റുകളും കാണുന്നത് HTTP കണക്ഷൻസിൽ. അതേ സമയം HTTPS കണക്ഷനിൽ ഇപ്പൊ ഞാനിപ്പോ ഇവിടെ എഴുതിയിരിക്കുന്ന നീഡ് സം ടെക് സപ്പോർട്ട് ഫോർ യുവർ ന്യൂ ഐഡിയ എന്നുള്ളത് SSL കണക്ഷൻ ആയിട്ട് മൂവ് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ അകത്ത് മാറ്റം വരുന്നത്. HTTPS മൂവ് ചെയ്യുന്നത് ഇത് ചിലപ്പോൾ ഒരു ന്യൂമറിക് ആയിരിക്കും. ഇതേ സാധനം ചിലപ്പോൾ ഇത് ചിലപ്പോൾ നെറ്റ്വർക്കിൽ പാസ് ചെയ്യുന്നുണ്ടാവുക ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ പാസ് ചെയ്യുന്നുണ്ടാവുക. സോ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിന് അത് മനസ്സിലാവില്ല അത് എന്താ അവിടെ പാസ് ചെയ്യുന്നതെന്ന്. റിക്വസ്റ്റ് ചെയ്ത എൻ്റെ ഈ കമ്പ്യൂട്ടറിനും വരുന്ന ഓപ്പോസിറ്റ് കമ്പ്യൂട്ടറിനും, അതായത് നമ്മുടെ സെർവറിനും മാത്രമേ ഇത് എന്താ ഡാറ്റ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. HTTPS ചെയ്യുന്ന ഒരു മാസ്കിംഗ് ആണ്. അതായത് നമ്മൾ വിളിക്കുന്ന ഡാറ്റയെ ഒരു മാസ്ക് ചെയ്തുകൊണ്ട് നമ്മളിലേക്ക് എത്തിച്ചു തരുന്ന പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞാൽ HTTPS മുഖാന്തരം നടക്കുന്നത്. ശരിക്കും ഡൊമൈനുമായി ബന്ധപ്പെട്ടിട്ടല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ HTTP അല്ലെങ്കിൽ SSL വരുന്നത്. ഹോസ്റ്റിംഗുമായി റിലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് SSL വരുന്നത്. നമ്മുടെ ഹോസ്റ്റിംഗ് സെർവറിനകത്താണ് നമ്മൾ എപ്പോഴും SSL ഇൻസ്റ്റാൾ ചെയ്യുക. SSL ഇൻസ്റ്റാളേഷൻ ഞാൻ ഏകദേശം ഒന്ന് പറഞ്ഞുതരാം. അത് നമുക്കൊന്ന് ഒന്നല്ലെങ്കിൽ ലാമ്പ് അല്ലെങ്കിൽ നമ്മൾ വേർഡ്പ്രസിലേക്ക് കിടക്കുന്ന സമയത്ത് സി പാനൽസ് ഒക്കെ ആയിരുന്നു ഞാൻ നിങ്ങൾക്ക് ഏകദേശം ഫെമിലറൈസ് ചെയ്യാം. നമുക്ക് മൾട്ടിപ്പിൾ കൺട്രോൾ പാനലുകൾ വരുന്നുണ്ട് സെർവർ മാനേജറിന് വേണ്ടിയിട്ട്. അതിലൊന്നാണ് സി പാനൽ, പിന്നൊന്ന് സൈബർ പാനൽ, ഡയറക്റ്റ് അഡ്മിൻ, പ്ലസ്ക്, അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സിസ്റ്റം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. മോസ്റ്റ് കോമൺലി യൂസ് ചെയ്ത് വരുന്നത് സി പാനൽ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ് മോസ്റ്റ് കോമൺലി എല്ലാ നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സും ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പൊ അതിനകത്ത് എങ്ങനെ SSL ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. SSL ശരിക്കും പറഞ്ഞാൽ ഡൊമൈനുമായി റിലേറ്റ് ചെയ്തിട്ടല്ല, ഹോസ്റ്റിംഗുമായി റിലേറ്റ് ചെയ്തിട്ടാണ്. ഹോസ്റ്റിംഗ് ക്ലയന്റ് സെർവറും റിമോട്ട്, അതായത് മെയിൻ സെർവറും ക്ലയന്റ് സൈഡുമായിട്ട് വരുന്ന ഡാറ്റ, ആ ഇന്റർമീഡിയറ്റിൽ നടക്കുന്ന ഡാറ്റ മറ്റൊരാൾ കാണാതെ സെക്യൂർഡ് ആയി അല്ലെങ്കിൽ ഹാഷ് ചെയ്തുകൊണ്ട് സെർവറിലേക്കും തിരിച്ചിങ്ങോട്ടേക്കും എത്തിക്കുന്ന പ്രോസസ് ഉണ്ടല്ലോ, ആ പ്രോസസ്സിനെയാണ് ശരിക്കും പറഞ്ഞാൽ SSL എന്ന് പറയാൻ പറ്റും. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ലിക്വിഡ് വെബും ഗോഡാഡി ഒരു കമ്പാരിസൺ ഒന്ന് പറയാമോ? ഓക്കെ, ലിക്വിഡ് വെബ് ശരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിങ്ങുകളാണ്. അവർ ഈ പറഞ്ഞ പോലെ ഷെയർഡ് ഹോസ്റ്റിംഗിലേക്ക് നിൽക്കത്തില്ല. ഇവർക്ക് ഈ പറഞ്ഞ പോലെ ഷെയർഡ് ഹോസ്റ്റിങ്ങുകളൊന്നും ഇവർക്കില്ല. ഇവർക്ക് ആകെ ചെയ്യുന്ന ഈ രീതിയിലാണ്. ലിക്വിഡ് വെബ്സ് ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡറാണ്. ഗോഡാഡി ഒരു സർവീസ് പ്രൊവൈഡറാണ്. ഈ നമ്മളിപ്പോ കുറച്ചു നേരത്തെ സാസ് പറഞ്ഞില്ലേ, സാസ് പോലെ ഒരു സംഭവമാണ്. അതിന്റെ പാസ് എന്ന് പറയും, പ്രോഡക്റ്റ് ആസ് എ സർവീസ്. ഗോഡാഡി ഒരു പാസ് സർവീസ് പ്രൊവൈഡറാണ്. ലിക്വിഡ് വെബ് ഒരു ഇൻഫ്രാസ്ട്രക്ചർ സർവീസ് പ്രൊവൈഡറാണ്. അതിൽ ഏകദേശം മനസ്സിലായത്. അതായത് ഒരു ഹാർഡ്വെയർ അല്ലെങ്കിൽ നമുക്ക് വേണ്ട വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ തരുന്ന ഒരു കമ്പനിയാണ് ലിക്വിഡ് വെബ്. ഗോഡാഡി ആവുന്ന സമയത്ത് ആ സാഹചര്യങ്ങളെ കറക്റ്റായി അളന്ന് മുറിച്ച് കീറി നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള പ്രോഡക്റ്റ് ആയി തരുന്ന ആളാണ് ഗോഡാഡി. അതിനനുസരിച്ച് പ്രൈസും അതിൽ കൂടുതലല്ല. സ്വാഭാവികമായിട്ടും ലിക്വിഡ് വെബിന്റെ കമ്പാരിറ്റീവ്ലി ഞങ്ങൾ യൂസ് ചെയ്ത് വെച്ച് ഇത്രയും സർവീസ് കിട്ടുന്നതിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ലിക്വിഡ് വെബ് തന്നെയാണ്. ഇവരുടെ പ്രൈസിംഗ് ആണ് കുറച്ചുകൂടെ മറ്റേതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കമ്മി റേറ്റിൽ നമുക്ക് കിട്ടുന്നത്. ഇതെല്ലാം ഡെഡിക്കേറ്റഡ് സെർവേഴ്സിന്റെ കോസ്റ്റ് ആണ്. ക്ലിയർ അല്ല, കേൾക്കുന്നില്ലല്ലോ. ഇപ്പൊ കേൾക്കാമോ? നമുക്ക് ആ കിട്ടുന്ന സർവീസസിൽ ഏറ്റവും ബെസ്റ്റ് സർവീസസ് നമുക്ക് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗിലൊക്കെ നമുക്ക് കിട്ടുന്നത് ലിക്വിഡ് വെബ് പോലുള്ള സർവീസസ് എന്നാണ് ഞാൻ പറഞ്ഞത്. ലിക്വിഡ് വെബ് അതിൽ ഒന്ന് മാത്രമാണ് കേട്ടോ. നമുക്ക് ഒരുപാട് സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ബ്ലൂ ഹോസ്റ്റ് പോലെ തന്നെ നമുക്ക് വേറൊരു സംഭവം ഉണ്ട്. ഡിജിറ്റൽ ഓഷ്യൻ എന്ന് പറഞ്ഞൊരു സംഭവത്തിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഓക്കെ, ഡിജിറ്റൽ ഓഷ്യൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു
DigitalOcean ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇതില്ല, നമ്മുടെ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിങ്ങുകളില്ല. പക്ഷെ അതിന് പകരം അവർ VPS നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. അവരുടെ ഡാറ്റാ സെന്റർ ഉപയോഗിച്ച് നമുക്ക് VPS അവർ പ്രൊവൈഡ് ചെയ്ത് തരും. $40 ശരിക്കും പറഞ്ഞില്ല. നമുക്ക് അവർക്ക് ബേസിക് പ്ലാൻ ഏകദേശം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ $15 എങ്ങാണ്ട് അവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, $5 per month അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. VPS ഒക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി GoDaddy അല്ലെങ്കിൽ നമുക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ് DigitalOcean. ഹലോ, വേറെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഇതിപ്പോ ഏജൻസി ഒക്കെ ചെയ്യുമ്പോഴല്ലേ ഈ ഒരു സ്റ്റേജിലേക്ക് പോവുക? അതെ, ഏജൻസി ഒക്കെ ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് DigitalOcean അല്ലെങ്കിൽ VPSലേക്കൊക്കെ മെയിൻ ആയിട്ട് നമുക്ക് കയറി പോകേണ്ട ആവശ്യങ്ങളൊക്കെ വരുന്നത്. സ്റ്റാർട്ടിംഗ് സ്റ്റേജിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ഷെയർഡ് ഹോസ്റ്റിംഗിലൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമുക്ക് ഒന്നുകൂടെ ട്രസ്റ്റ് വേണം, അല്ലെങ്കിൽ നമ്മൾ ലോങ് റണ്ണിലേക്ക് അത്യാവശ്യം മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് VPSലൊക്കെ വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മൾ പേയ്മെന്റ് കൊടുത്തുകൊണ്ടാണ് ഒരു യൂസറിനെ നമ്മൾ ഗൂഗിൾ ആഡ്സ് വഴിയോ ബാക്കിയൊക്കെയാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ അകത്തേക്ക് വിസിറ്ററിനെ എത്തിക്കുന്നത്. ആ എത്തിക്കുന്ന വിസിറ്റർ വരുന്ന സമയത്ത് ഷെയർഡ് ഹോസ്റ്റിംഗ് ആണെങ്കിൽ ചിലപ്പോൾ ആ വെബ്സൈറ്റ് കിട്ടാതിരിക്കാനുള്ള ചാൻസസ് ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നെഗറ്റീവ്ലി അത് നമ്മളെ എഫക്ട് ചെയ്യുമല്ലോ. ഓക്കെ, അപ്പൊ ഇന്നെടുത്ത് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അതിലാർക്കെങ്കിലും ഇനി എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ജസ്റ്റ് വേർഡ്പ്രസിന്റെ ഒരു ഇൻട്രോ തന്നിട്ട്, ഓക്കെ ടൈം ആയി. എങ്ങനെയാ, നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആണോ ടൈം? അതോ കുഴപ്പമില്ല, എടുത്തു. ഓക്കെ, ഒരു ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമാണ് തരുന്നത്. വേർഡ്പ്രസിന്റെ ഒരു ഓവർവ്യൂ തരാം. നമ്മളിപ്പോ വേർഡ്പ്രസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റമാണ്. കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു നമ്മൾ പറഞ്ഞു ഇപ്പൊ HTML സൈറ്റ് ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വട്ടം ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്കത് മാറ്റണ്ട. ചുമ്മാ നമ്മൾ ഇട്ട് വെക്കുന്ന ടൈപ്പ് വെബ്സൈറ്റുകളാണ് സ്റ്റാറ്റിക് വെബ്സൈറ്റുകൾ എന്ന് പറയുന്നത്. ഡൈനാമിക് വെബ്സൈറ്റുകൾ എന്നാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ള സൈറ്റുകളാണ് ഡൈനാമിക് വെബ്സൈറ്റ്. ഈ ഡൈനാമിക് വെബ്സൈറ്റുകളിൽ തന്നെ ന്യൂസ് പോർട്ടൽസ്, പല ടൈപ്പ് വെബ്സൈറ്റ്സ് വരുന്നുണ്ട്. അതിൽ തന്നെ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ ന്യൂസ് പോർട്ടലിൽ വരുന്ന ഒരു കണ്ടന്റ് ആണെങ്കിൽ അത് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ ഈ പറഞ്ഞ പോലെ ഒരു കമ്പനിയുടെ ബ്ലോഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്ലോഗ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ആ രീതിയിൽ നമ്മളെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കണ്ടന്റുകളെ അപ്ഡേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ശരിക്കും പറഞ്ഞാൽ വേർഡ്പ്രസ്. ബേസിക്കലി ഒരു കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. പക്ഷെ ഇന്ന് അതിന്റെ സാധ്യതകൾ ഒരുപാട് കൂടുതലായി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ ഫീസിബിലിറ്റി വളരെ കൂടുതലാണ്. ഈ പറഞ്ഞ പോലെ പ്ലഗിൻസ്, തീംസ് തുടങ്ങിയ മൊഡ്യൂൾസിന്റെ ഇൻക്ലൂഡേഷൻ കൊണ്ട് തന്നെ വേർഡ്പ്രസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് വേർഡ്പ്രസിനെ കൺവേർട്ട് ചെയ്ത് മാറ്റാം. ലൈക്ക് ഒരു പ്ലഗിൻ ഇൻസ്റ്റാളേഷനിലാണ് ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ആയിട്ട് മാറ്റാം. ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ബ്ലോഗ് ആക്കി മാറ്റാം. ഡിഫാൾട്ട് ആയിട്ടൊരു ബ്ലോഗ് തന്നെയാണ് വേർഡ്പ്രസ് വരുന്നത്. ഒരു ഇ-കൊമേഴ്സ് സൈറ്റായി മാറ്റാം. പിന്നെ വേണമെങ്കിൽ പറഞ്ഞ പോലെ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ആയിട്ട് മാറ്റാം. ജോബ് പോർട്ടൽ ആക്കി മാറ്റാം. ഒരു ഫേസ്ബുക്ക് പോലെ ഒരു സോഷ്യൽ നെറ്റ്വർക്ക് ആക്കി മാറ്റാം. അങ്ങനെ പല രീതിയിലേക്ക് നമുക്ക് വേർഡ്പ്രസിനെ മാറ്റിയെടുക്കാൻ പറ്റും. അതെല്ലാം ഒരു സിംഗിൾ പ്ലഗിന്റെ ഇൻസ്റ്റാളേഷൻ കൊണ്ട് തന്നെ നമുക്ക് സാധിക്കും. വേർഡ്പ്രസ് ഏകദേശം ഫൗണ്ട് ചെയ്തത് 2003 ഈ പറഞ്ഞ പോലെ 2 പേര് ചേർന്നിട്ടാണ്. മാർക്കും അവരുടെ മൈക്ക് വിറ്റ് ആൻഡ് മാറ്റ് മുല്ലൻബർഗ് ആൻഡ് മൈക്ക് ലിറ്റിൽ, ഇവർ 2 പേര് ചേർന്നാണ് ശരിക്കും പറഞ്ഞാൽ വേർഡ്പ്രസ് എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവന്നത്. സാധാരണ പണ്ടുള്ള പോലെ തന്നെ ബ്ലോഗിങ് തന്നെയായിരുന്നു മാറ്റിന്റെ മെയിൻ റിക്വയർമെന്റ് ഉണ്ടായിരുന്നത്. അന്ന് അവർ വരെ കൊണ്ടുവന്നിരുന്ന P2 എന്ന് പറഞ്ഞൊരു ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. ആ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോം ഒരു പർട്ടിക്കുലർ സ്റ്റേജ് കഴിഞ്ഞപ്പോൾ അതിന്റെ ഡെവലപ്പേഴ്സ് പിന്നെ ഒന്നും ചെയ്യാതായി, അപ്ഡേറ്റ് ചെയ്യുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതായി. അപ്പൊ അതവിടെ ഇട്ടിട്ട് പോയി. അങ്ങനെ മാറ്റ് തവണ ഒരു ബ്ലോഗ് എഴുതിയിട്ടു.
എനിക്ക് ഇങ്ങനെ ഒരു സാധനം ആവശ്യമുണ്ട്, ഇങ്ങനെ ഈ സാധനം കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുവാണെങ്കിൽ എനിക്ക് എന്റെ ബ്ലോഗ്സ് പബ്ലിഷ് ചെയ്യാൻ പറ്റിയ സംഭവം വേണമെന്ന് മാറ്റിന്റെ ഒരു റിക്വയർമെന്റ് ബ്ലോഗായിട്ട് കഴിയും. അതിനകത്ത് മൈക്ക് ലിറ്റിൽ എന്ന് പറഞ്ഞിട്ടൊരു ഡെവലപ്പർ വന്ന് അതിന് റിപ്ലൈ ചെയ്തു, എനിക്കിങ്ങനെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ പരസ്പരം ചെയ്തു തുടങ്ങിയതാണ് ശരിക്കും പറഞ്ഞാൽ വേർഡ്പ്രസ് എന്ന് പറഞ്ഞൊരു കോർ. ഇന്ന് ലോകത്തിലെ 35% ഓഫ് ദ വെബ്സൈറ്റ്സ് പവർ ചെയ്യുന്നത് വേർഡ്പ്രസ് ആണ്. വേർഡ്പ്രസ് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ നോക്കുന്ന സമയത്ത് wordpress.org എന്ന് പറഞ്ഞ വെബ്സൈറ്റിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത്. അത് കൂടാതെ wordpress.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് കൂടിയാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ wordpress.org ശരിക്കും പറഞ്ഞ ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. ആർക്ക് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്ത് അതിന്റെ സോഴ്സ് കോഡിൽ മാറ്റം വരുത്താനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും അതിന്റെ മാറ്റങ്ങൾ വരുത്തി യൂസ് ചെയ്യാനുള്ള പെർമിഷൻസ് എല്ലാം ഉണ്ട്. മാർക്കും മൈക്കും കൂടെ ഒരു ഗ്രോത്ത് സ്റ്റേജിന് ശേഷം ഓട്ടോമാറ്റിക് ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു കമ്പനിക്ക് രൂപീകരണം നൽകി. അപ്പോഴേക്കും wordpress.org എന്നുള്ളത് അവരൊരു ഫൗണ്ടേഷൻ, ഒരു ഓർഗനൈസേഷൻ ആയി മാറ്റി ലോകത്തെമ്പാടുമുള്ള എല്ലാ ഡെവലപ്പേഴ്സും ഇതിലേക്ക് വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടാണ് wordpress.org ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. wordpress.org ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റമായ വേർഡ്പ്രസ് സോഫ്റ്റ്വെയർ നമുക്ക് കിട്ടുന്ന സ്ഥലം. ഇനി wordpress.com പറഞ്ഞുതരാം. നമ്മളിപ്പോ ബ്ലോഗ് സ്പോട്ട് കേട്ടിട്ടുണ്ടാവില്ലേ നിങ്ങൾ എല്ലാവരും, ഗൂഗിളിന്റെ. അതുപോലെ നമുക്ക് തരുന്ന ഒരു സർവീസ് ആണ് wordpress.com എന്ന് പറയുന്നത്. നമുക്ക് സ്വന്തമായിട്ടൊരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ ഇനിഷ്യലി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് wordpress.com. ഓട്ടോമാറ്റിക് ഇങ്ക് എന്ന് പറഞ്ഞ മാറ്റും മൈക്കും കൂടെ തുടങ്ങിയേക്കുന്ന കമ്പനി, ഓട്ടോമാറ്റിക് ഇങ്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ് wordpress.com. ശരിക്കും wordpress.com ഒരു സാസ് പ്രോഡക്റ്റ് ആണ്. അവരൊരു സോഫ്റ്റ്വെയർ, അവരൊരു ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോം നമുക്കൊരു സർവീസ് ആയി തരുവാണ്. ഇതിനകത്ത് വരുന്ന സമയത്ത് നമുക്ക് പ്ലാൻസും പ്രൈസിംഗും എല്ലാം കാണും. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് wordpress.comന്റെ അകത്ത് തന്നെ നമുക്ക് വേണ്ട പാക്കേജ് എടുത്തുകൊണ്ട് നമ്മുടെ വെബ്സൈറ്റ്സ് സെറ്റ് ചെയ്യാൻ സാധിക്കും. wordpress.org സാധാരണ നമ്മൾ ഹോസ്റ്റിംഗ് പുറത്തുനിന്ന് എടുക്കുന്ന സമയത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ wordpress.org നിന്ന് നമ്മൾ ആ വേണ്ട ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു. വേർഡ്പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഈ ഫയൽ നമ്മുടെ സെർവറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിനെ ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കുന്നു. ഇത്രയും പറഞ്ഞ ഓവർവ്യൂ ഏകദേശം മനസ്സിലായോ? ഓക്കെ, ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമേ തന്നുള്ളൂ. ഇങ്ങനെ ഒരു ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോമിന്റെ പർപ്പസിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു വേർഡ്പ്രസ് ആണ്, ഒരു തിങ് ആണ് വേർഡ്പ്രസ്. അതിനെ ഇന്ന് പക്ഷെ അതിന്റെ സാധ്യതകൾ ഒരുപാട് വരാൻ കാരണം ലോകത്തെമ്പാടുമുള്ള അതിന്റെ ഡെവലപ്പേഴ്സ് ആണ്. പലപ്പോഴും കേൾക്കാറുള്ള നെഗറ്റീവ്സ് ഉണ്ട്, ലൈക്ക് പറഞ്ഞ വേർഡ്പ്രസ് ഒരുപാട് വൾനറബിൾ ആണ്, പെട്ടെന്ന് ഹാക്ക് ചെയ്ത് പോകും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളും കേൾക്കാറുണ്ട്. അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ, ഇത്രയധികം യൂസ് ചെയ്യുന്ന വേറൊരു സോഫ്റ്റ്വെയർ ലോകത്ത് വേറെ ഇല്ല വെബിന്റെ കേസിൽ. കാരണം 38% വെബ്, സോറി ഞാൻ പറഞ്ഞ കണക്കിൽ തെറ്റുണ്ടാകും, 38% ഓഫ് ദ ടോട്ടൽ വെബിലെ വെബ്സൈറ്റുകൾ ഇപ്പോൾ പവർ ചെയ്യുന്നത് വേർഡ്പ്രസിലാണ്. അതുകൊണ്ട് തന്നെ ഒരു ഹാക്കർ വരുന്ന സമയത്ത് ആ വ്യക്തിക്ക് സാധാരണ കിടക്കുന്ന ഒരു വെബ്സൈറ്റ് ഹാക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആ വെബ്സൈറ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ. പക്ഷെ വേർഡ്പ്രസ് പോലെയുള്ള വലിയൊരു CRM ഹാക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് ഒരുപാട് വോളിയം അവർക്ക് കിട്ടും എന്നുള്ളത് തന്നെ ഒരുപാട് പേര് ശ്രദ്ധ വേർഡ്പ്രസിനകത്തേക്ക് വരും. വേർഡ്പ്രസിന്റെ കമ്മ്യൂണിറ്റി ഈ ഹാക്കേഴ്സിനേക്കാൾ വലിയൊരു കമ്മ്യൂണിറ്റിയാണ്. കോടിക്കണക്കിന് പേര് ഈ വേർഡ്പ്രസ് കമ്മ്യൂണിറ്റിക്ക് അകത്തുണ്ട്. ഒരു തവണ വേർഡ്പ്രസ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ബ്ലോഗ് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ ആക്റ്റീവ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് തന്നെ ഒരുപാട് നല്ലൊരു സംഖ്യ വരുന്നുണ്ട്. അവർ തന്നെ വേർഡ്പ്രസിന്റെ ഇംപ്രൂവ്മെന്റ്സും ബാക്കി കാര്യങ്ങളും ഒക്കെ ആയി. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം 3.0 സ്റ്റാർട്ട് ചെയ്തതാണ് ഞാൻ വേർഡ്പ്രസിനകത്ത്. ഇപ്പൊ അത് 5.1 എന്ന് പറഞ്ഞ വേർഷനിലേക്ക് എത്തുന്ന വരെയുള്ള അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സെക്യൂരിറ്റി റിലീസസ്, പാച്ചസ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇതുവരെ എത്തിയിരിക്കുന്നത്. അപ്പൊ വേർഡ്പ്രസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ്പ്രസ് മാത്രമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കുവാണെങ്കിൽ അടക്കം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പോകത്താണ്. ഈ ഇതില്ലേ നമ്മുടെ ഈ wordpress.org ന്നാണോ അതോ wordpress.com ഇപ്പൊ നമ്മളൊരു സർവീസ് പ്രൊവൈഡറുടെ അടുത്തുനിന്ന് ഒരു ഇത് മേടിക്കുമ്പോ ഗോഡാഡിന്നോ അല്ലെങ്കിൽ മേടിക്കുമ്പോ അവര് വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യണേ wordpress.org-നകത്ത് നിന്നാണ് അവർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പൊ ഈ wordpress.com-ലുള്ള ഈ പെയ്ഡ് പാക്കേജുകൾ പറയുന്നുണ്ടല്ലോ, അപ്പൊ അത് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഈ ഫ്രീ ആയിട്ട് ഇല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, വേർഡ്പ്രസ് ശരിക്കും പറഞ്ഞ ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോം ആണ്. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിലും വേർഡ്പ്രസിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഓട്ടോമാറ്റിക് ഇപ്പൊ wordpress.com പോലെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ പിന്നെ ഈ .com-ൽ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്നവര് വെറുതെ അല്ല? അത് വെറുതെ അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇങ്ക് എന്ന് പറയുന്ന ഒരു കമ്പനി ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഓട്ടോമാറ്റിക് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ wordpress.com-ന്റെ ഓണേഴ്സ്. നമ്മുടെ മാറ്റിന്റെയും മൈക്ക് ലിറ്റിലിന്റെയും ഇവരെ രണ്ടുപേരെയും കൂടിയുള്ള കമ്പനിയാണ് ശരിക്കും പറഞ്ഞ ഓട്ടോമാറ്റിക് ഇങ്ക്. അവരുടെ പ്രോഡക്റ്റ് ആണ് wordpress.com.
wordpress.org എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിക്കുള്ള മേജർ ഷെയർ, അതായത് അവർക്ക് വേണ്ടിയുള്ള മേജർ ഷെയർ ഓഫ് ഡെവലപ്മെന്റ് വർക്ക്സ് ചെയ്തു കൊടുക്കുന്നത് ഓട്ടോമാറ്റിക് ഇങ്ക് എന്ന് പറഞ്ഞ കമ്പനിയാണ്. സ്വാഭാവികമായിട്ടും അത്രയും അവരത് ഡെഡിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് അത്യാവശ്യം നോളജ് അതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, അല്ല ഞാൻ പറഞ്ഞത് ഈ ഇതിൽ വരുന്ന ഈ പ്രൊഡക്റ്റുകളുടെ ഇപ്പൊ തന്നെ അവർ പല വ്യത്യാസങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്പം അതും നമ്മുടെ സാധാരണ ഫ്രീ ഇതായിട്ട് എന്താണ് വ്യത്യാസം ചോദിച്ചത്? ഫ്രീ ഹോസ്റ്റിംഗ് ശരിക്കും വേർഡ്പ്രസിന്റെ പ്രീമിയത്തിൽ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കസ്റ്റം ഡൊമൈൻ യൂസ് ചെയ്യണം. നിങ്ങൾക്ക് ഒരു കസ്റ്റം ഡൊമൈൻ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഇപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് ആ ഡിഫറൻസസിന്റെ ഒരു ഇത് വരുന്ന കണ്ടില്ലേ? ഫ്രീ ഡൊമൈൻ വരുന്ന സമയത്ത് അത് പേഴ്സണൽ എന്ന് പറഞ്ഞ പാക്കേജ് എടുക്കണം. അതിൻ്റെ അകത്ത് തന്നെ ഇമെയിൽ സപ്പോർട്ട് വരുന്ന ഒരു 24/7 പ്രയോറിറ്റി സപ്പോർട്ട് വരണമെങ്കിൽ ബിസിനസ് എടുക്കണം. സ്റ്റോറേജ് സ്പേസ് ഒരുപാട് വേണമെങ്കിൽ ഇതെടുക്കണം. അപ്പൊ ആ രീതിയിലുള്ള ഡിഫറൻസസ് ആണ് ശരിക്കും പറഞ്ഞാൽ പ്ലാനിൽ ഇവർ കൊണ്ടുവന്നേക്കുന്നത്. സ്വാഭാവികമായിട്ടൊരു കമ്പനി ആവുന്ന സമയത്ത് അവർക്ക് അതിന്റെ അവരുടെ ലാഭം അനുസരിച്ചിട്ട് വേണം അവരുടെ പാക്കേജ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്ര ആ രീതിയിലുള്ള പാക്കേജ് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോ കുറച്ച് നേരത്തെ പറഞ്ഞ മറ്റേ വേർഡ്പ്രസ് ഹോസ്റ്റിംഗ് ഇല്ലേ, ഗോഡാഡി തരുന്നതും ബാക്കിയുള്ളതൊക്കെ തരുന്ന ഹോസ്റ്റിംഗ് ഒക്കെ, അതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷെയർ ഹോസ്റ്റിംഗിന്റെ ഒരു ഭാഗമായിട്ട് വരുന്ന ഹോസ്റ്റിംഗ് ആണ്. പക്ഷെ wordpress.com തരുന്ന വേർഡ്പ്രസ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്, ഈ ഒരു പ്രോസസ്സ് ഇതിലത്തെ ചില ഈ പറയുന്ന പാക്കേജുകൾ ചിലത് മറ്റേ അവരുടെ ഈ പ്ലാനിലും കാണുന്നുണ്ട്. ഈ ജെറ്റ് പാക്ക് എസൻഷ്യൽ ഫീച്ചേഴ്സ് പ്രീ ഇൻസ്റ്റാൾഡ് SSL എന്നൊക്കെ പറഞ്ഞിട്ട് ഈ SSL സർട്ടിഫിക്കറ്റ് എല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഈ ജെറ്റ് പാക്ക് എസൻഷ്യൽ ഫീച്ചേഴ്സ് പറഞ്ഞത് ജെറ്റ് പാക്ക് ഒരു തേർഡ് പാർട്ടി പ്ലഗിനാണ്. ഓട്ടോമാറ്റിക് ഇങ്കിന്റെ തന്നെ ഒരു പ്ലഗിനാണ് ജെറ്റ് പാക്ക്. അതായത് പ്ലഗിൻസ്, തീംസ് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നമ്മൾ വരും. ഈ ഫ്ലോ ഒന്ന് ക്ലിയർ ആയതും നമ്മൾ ഇനി വേർഡ്പ്രസിന്റെ ഡെവലപ്മെന്റിലേക്ക് വരും. ആ ഡെവലപ്മെന്റിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പ്ലഗിൻസ് എന്താണെന്നുള്ള ഞാൻ പറയാം. അപ്പൊ ഈ ജെറ്റ് പാക്ക് അല്ലെങ്കിൽ കുറച്ച് മോസ്റ്റ് പ്രോമിനന്റ് ആയിട്ടുള്ള പ്ലഗിൻസിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. സോ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ഈ ജെറ്റ് പാക്ക് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ഇങ്ക് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു പ്ലഗിനാണ്. ജെറ്റ് പാക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സൈറ്റ് മോണിറ്ററിംഗ് ആണ് മെയിൻ ആയിട്ട് ജെറ്റ് പാക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ സൈറ്റിന് വേണ്ടിയുള്ള ബാക്കപ്പ് എടുത്ത് വെക്കുക. സൈറ്റിന് വേണ്ടിയിട്ട് സൈറ്റ് ഡൗൺ ആയാൽ നിങ്ങളെ ഇമെയിൽ വഴി സൈറ്റ് ഡൗൺ ആയെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ റിപ്ലൈ മീൻസ് നിങ്ങളെ അലേർട്ട് ചെയ്യിപ്പിക്കുക. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ജെറ്റ് പാക്ക് ചെയ്യുന്നത്. അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വലിയ വ്യത്യാസങ്ങൾ വരുന്നില്ല. പക്ഷെ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. അതിന് താഴോട്ട് വരുമ്പോഴാണ് നിങ്ങൾക്ക് മറ്റേ ഗോഡാഡിക്കകത്ത് നമ്മൾ എടുക്കുന്ന വേർഡ്പ്രസ് ഹോസ്റ്റിംഗ് ഉണ്ട്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ തീം ഇൻസ്റ്റാൾ ചെയ്യാനൊന്നും നിങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഒന്നുമില്ല. നിങ്ങൾക്ക് സാധാ വേർഡ്പ്രസ് അതായത് പ്രോഡക്റ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ wordpress.com എന്ന് പറയുന്ന ഒരു സാസ് പ്രോഡക്റ്റും മറ്റേത്, അതായത് നമ്മളിപ്പോ ഗോഡാഡി പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു പാസ് പ്രോഡക്റ്റ് ആയിട്ടാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവര് ചെയ്യുന്നത് wordpress.org സോഫ്റ്റ്വെയർ അവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവർക്ക് നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പാകത്തിലേക്ക് അവർ സെറ്റ് ചെയ്ത് തരുന്നു. wordpress.com എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഡ്പ്രസിന്റെ കോർ അവർ സെർവറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന്റെ ഒരു സർവീസ് ആയിട്ട് സോഫ്റ്റ്വെയർ ആയിട്ട് വിട്ടു തരുന്നു. ഐഡിയ കിട്ടിയായിരുന്നോ? ഈ നമ്മൾ ഇതിനകത്ത് വയ്ക്കുന്ന സമയത്ത്, അതായത് ഗോഡാഡിക്കകത്ത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരു ഇൻഡിവിജ്വൽ ഇൻസ്റ്റാളേഷൻ എപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കും. ഗോഡാഡിക്കകത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരു wordpress.org ഒരു ഇൻഡിവിജ്വൽ ഇൻസ്റ്റാളേഷൻ എപ്പോഴും ഉണ്ടായിരിക്കും. പക്ഷെ wordpress.com നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് wordpress.com ഒരു വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ. ആ വേർഡ്പ്രസിനകത്ത് നിന്നുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സർവീസ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അവർ സോഫ്റ്റ്വെയർ സെറ്റ് ചെയ്ത് തന്നേക്കുന്നത്. നമ്മൾ ഈ ഫേസ്ബുക്ക് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ. മറ്റേതാ വെച്ചാൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ ഗോഡാഡി? ഗോഡാഡി ആണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവർ എന്താ പറയാ നിങ്ങളുടെ ഫയലുകളെ മാത്രമേ അതിന്റെ അകത്ത് കിടക്കുന്നുള്ളൂ. വേർഡ്പ്രസ് കോഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് കിടക്കുന്നത്. wordpress.com ആകുമ്പോൾ നമ്മൾ ഈ ഫേസ്ബുക്ക് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് അതിന്റെ അകത്തുനിന്ന് ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് ലെവലിലേക്ക് മാത്രമായിട്ട് സ്ട്രക്ചർ ചെയ്ത് പോകുന്നത്. ഗോഡാഡിക്കകത്ത് ആവുമ്പോൾ അതൊരു പ്രോഡക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ഇട്ട് തരുന്നുണ്ട്. അതെ, നമ്മളോട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയും. ഇതാന്ന് വെച്ചാൽ ഓൾറെഡി അവർ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ? ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇൻസ്റ്റാൾ ചെയ്ത് വെക്കല് മാത്രമല്ല, ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ ഫേസ്ബുക്ക് ഒക്കെ പോലെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിന്റെ അകത്തുനിന്നൊരു അക്കൗണ്ട് എടുത്ത് യൂസ് ചെയ്യാന്നുള്ള രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ് ആണ് wordpress.com വരുന്നത്. അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് ആ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് പോകുമ്പോൾ മനസ്സിലാവും. ഞാൻ എന്താ വെച്ചാൽ വേർഡ്പ്രസിന്റെ ജസ്റ്റ് ഒരു ക്വിക്ക് ഓവർവ്യൂ തന്നതാണ്.
രണ്ടുപേര് തുടങ്ങുന്ന ഒരു സ്വതന്ത്ര ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് ശരിക്കും പറഞ്ഞാൽ വേർഡ് പ്രസ്. ലോകത്തെമ്പാടുള്ള എല്ലാ ഡെവലപ്പേഴ്സും വേർഡ് പ്രസിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. കോറായിട്ട് അവരെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ തന്നെ അവർ അതിൻ്റെ അകത്ത് ചെയ്യാറുണ്ട്. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നൊരു സോഫ്റ്റ്വെയർ ആണ് wordpress.org. ഒരിക്കലും wordpress.org നഷ്ടത്തിലാവുകയോ നിർത്തിയിട്ട് പോകാനോ പറ്റത്തില്ല. ഇതൊരു കമ്മ്യൂണിറ്റി ബേസ് ചെയ്തിട്ട് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ആസ് ലോങ് ആസ് ദ വെബ് ഗോസ് wordpress.org കണ്ടിന്യൂ ചെയ്ത് പോകും. ഇതിനകത്തൊരു ലൈക്ക് നമ്മുടെ ഇപ്പൊ പറഞ്ഞൊരു കമ്പനി ഓണർ അങ്ങനെയുള്ള കോൺസെപ്റ്റുകളൊന്നുമില്ല. അതിനകത്തുള്ള എല്ലാവരും അതിന്റെ ഓണേഴ്സ് തന്നെയാണ്. wordpress.org ഓണേഴ്സ് തന്നെയാണ്. ആർക്ക് വേണമെങ്കിലും അവരുടേതായ രീതിയിലുള്ള ഇംപ്രവൈസേഷൻസ് wordpress-നകത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. wordpress.com എന്ന് പറയുന്നത് പക്ഷെ ഒരു പ്രോഡക്റ്റ് ആണ്. ആ പ്രോഡക്റ്റിൽ എങ്ങനെയാ വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിൽ ജസ്റ്റ് ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് wordpress.com-നകത്ത് നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ബ്ലോഗ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരാം. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാവും വേർഡ്പ്രസ് എങ്ങനെ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ വേണമെന്നില്ല, നമുക്കൊരു ഒരു അടുത്ത ക്ലാസ്സോടുകൂടി നമുക്ക് ഏകദേശം വേർഡ്പ്രസിലേക്ക് കയറാവുന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്യും. അപ്പൊ ഇന്നത്തെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട്സ് ഇപ്പൊ വേർഡ്പ്രസിന്റെ കാര്യത്തിലേക്ക് ഇപ്പൊ വല്ലാതെ നമ്മൾ കിടക്കണ്ട. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് വരും. ഹോസ്റ്റിംഗിന്റെ കേസസ് എന്തെങ്കിലും ഡൗട്ട്സോ ബാക്കി കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ചേർക്കാനും വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. ഇപ്പൊ ഈ ആക്സെഞ്ചർ പോലുള്ള കമ്പനികൾ അവർക്ക് സ്വന്തമായിട്ട് അവർ ക്ലൗഡ് ഹോസ്റ്റിംഗ് അല്ലെങ്കിൽ VPS-ലേക്കൊന്നും ഒരു പോലെ അവർ ഡെഡിക്കേറ്റഡ് തന്നെയായിരിക്കും മിക്കവാറും എടുക്കുന്നുണ്ടാവുക. ഡെഡിക്കേറ്റഡ് ആയിരിക്കും അല്ലേ? ഡെഡിക്കേറ്റഡ് തന്നെയാണ്. ഈ റീസെല്ലർ ഹോസ്റ്റിംഗ് എന്താണ്? ഏതാ റീസെല്ലർ ഹോസ്റ്റിംഗ് ഉപയോഗിക്കാലോ അല്ലേ? രണ്ടുകൂടെ വോയിസ് മിക്സ് ആവുന്നു. ക്ലൗഡ് അവർക്ക് ഉപയോഗിക്കാലോ അല്ലേ? ക്ലൗഡ് അവർക്ക് ഉപയോഗിക്കാം. ഡിപ്പെൻസ് ലൈക്ക് അത് അവരുടെ ഇന്റേണൽ കമ്പനിയുടെ തീരുമാനമാണ് അവർ ഏത് യൂസ് ചെയ്യണം എന്നുള്ള കാര്യം. സ്വാഭാവികമായിട്ടും സോഫ്റ്റ്വെയർസ് ഒക്കെ വരുന്നതുകൊണ്ട് അവരത് ക്ലൗഡിനേക്കാൾ കൂടുതൽ ഡെഡിക്കേറ്റഡ് ഹാർഡ്വെയറിലേക്ക് ആയിരിക്കും പോകും. കാരണം ക്ലൗഡ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടിയുടെ കയ്യിലായിരിക്കും കിടക്കുന്നത്. ആമസോൺ വെബ് സർവീസസിന്റെ അകത്തോ അല്ലെങ്കിൽ GCPയുടെ അകത്തോ എന്തൊക്കെ ആയിരിക്കും. ഡാറ്റ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഡാറ്റ പ്രൈവസി വേണം എന്നുള്ളതുകൊണ്ട് തന്നെ അവർ ഈ പറഞ്ഞ ഡെഡിക്കേറ്റഡ് സർവേഴ്സ് ആയിരിക്കും മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. ഈ റീസെല്ലർ ഹോസ്റ്റിംഗ് എന്താണ്? റീസെല്ലർ ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞത് ഇപ്പോ ഒരു ഹോസ്റ്റിംഗ് അക്കൗണ്ട് എടുത്ത് ഞാൻ നാളെ ഒന്നുകൂടെ കാണിച്ചു തരാം. നമുക്ക് ഇപ്പൊ താങ്കൾ ഒരു ഹോസ്റ്റിംഗ് സ്പേസ് വാങ്ങുവാണ്, ഒരു 30 GB ഹോസ്റ്റിംഗ് സ്പേസും ഒരു 30 GB ഒരു ഹോസ്റ്റിംഗ് സ്പേസ് വാങ്ങിയിട്ട് ഈ സംഭവത്തിനെ നിങ്ങൾക്ക് പലർക്കായി ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അതെ, നിങ്ങൾ ഒരു ഏജൻസി ആയിട്ട് ആക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനെ സബ് ഡിവൈഡ് ചെയ്തിട്ട് ഒരു 2 GB വെച്ചിട്ടുള്ള ഒരു 15 പാക്കേജ് ആണ്. 15 വെബ്സൈറ്റുകൾക്ക് നിങ്ങൾക്ക് ആ 30 GB സ്റ്റോറേജ് എടുത്ത് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ആ രീതിയിൽ സെറ്റ് ചെയ്യുന്നതാണ് റീസെല്ലർ ഹോസ്റ്റിംഗ്. അതെല്ലാം അതിന്റെ അകത്തുള്ളൊരു ടെക്നിക്കലായിട്ട് നമ്മൾ പഴയ വീല് പുതിയ കുപ്പിയിലാക്കുക എന്നുള്ള ലെവലൊരു ഒരു മെത്തേഡാണത്. ഈ പറഞ്ഞ പോലെ ഒരേ പ്രൊഡക്റ്റിന് തന്നെ മൾട്ടിപ്പിൾ നെയിംസ് ഇട്ടുകൊണ്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന പരിപാടി. കൊച്ചിൻ വെബ് ഹോസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ഇങ്ങനെ റീസെല്ലറാ ചെയ്യണമെന്നുണ്ട്. കൊച്ചിൻ വെബ് ഹോസ്റ്റ് എനിക്ക് തോന്നുന്നു അവര് ക്ലസ്റ്റർ എടുത്തിട്ടുണ്ട്, VPNs ഉണ്ട് അവർക്ക്. എനിക്ക് ഓർമ്മയില്ല മലബാർ ആണോ കൊച്ചിൻ ആണോ എന്നറിയില്ല. ഏതോ ഒരെണ്ണം ഞാൻ നോക്കിയതിൽ ഏകദേശം അവർക്ക് സ്വന്തമായി VPS ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ക്ലയന്റ് ലോഗിനിലേക്ക് പോയി കഴിഞ്ഞാൽ ഓക്കെ, ഇത് മിക്കവാറും അവര് തന്നെ ചെയ്യുന്നതാണ് കേട്ടോ. VPS ആയിരിക്കും അല്ലേ? VPS എല്ലാം എടുത്തിട്ട് അവര് തന്നെ സെറ്റ് ചെയ്യുന്നതാണ്. അതെ, ഇത് മിക്കവാറും അവര് തന്നെ സെറ്റ് ചെയ്യുന്നതായിരിക്കും. അവർക്ക് ഈ പറഞ്ഞ ഇന്ത്യ റീസെർച്ച് ക്ലബിന്റെ ഇവരെ ഉണ്ടാവും. ഇന്ത്യ റീസെർച്ച് ക്ലബ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ആയിട്ട് ഇവർക്ക് ടൈപ്പ് കാണാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ സമയം ഇന്ത്യ റിസർച്ച് ക്ലബിന് എടുത്ത് കൊടുക്കുന്നതിനാണ് VPS എടുത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ചുകൂടെ എളുപ്പമാണ്. നെക്സ്റ്റ് ഈ കാണുന്നത് ഒരു